ഈ പോണ വണ്ടി ഈ ഗ്യാസ് ടാങ്കർ ഒന്ന് പൊട്ടി തെറിക്കേ അല്ലെ സ്കൂൾ ബസ് ഒന്ന് വന്നിരിക്കേ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഒന്ന് വ്യത്യാസമായിട്ട് ഒരു പമ്പ് നടത്തി റിലയൻസ് പമ്പ് എന്നാണ് ഇന്ന് എണ്ണ എടുത്തത്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ മൈലേജ്. അപ്പോൾ അങ്ങനെ ഗതാഗത മന്ത്രി തന്നെയാണ്. പക്ഷേ ഈ ശമ്പളം തരുന്നത് KSRTC ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ അല്ല, ആദ്യം കയറുന്ന പൈസ കൊടുക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അവർക്കല്ലേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്ന് വ്യത്യാസമായിട്ട് ഒരു പമ്പെന്ന് അടിച്ചത് റിലയൻസ് പമ്പ് എന്നാണ് ഇന്ന് എണ്ണ അടിച്ചത്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ മൈലേജും കാര്യങ്ങളൊക്കെ. സാധാരണ HP എന്നാണ് അടിക്കല്, അല്ലെങ്കിൽ ഇന്ത്യൻ പെട്രോൾ അടിച്ചത്. രണ്ടും ഒക്കെ കണക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ എല്ലാതും കണക്കാണ്. നല്ല എണ്ണയാണ് എല്ലാവരും പറയും, നല്ല എണ്ണയൊന്നും ആവൂല, ആകെ മോശം എണ്ണ തന്നെയാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കുന്തിപ്പുഴ പാലാണ്. ഇതൊക്കെ വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് നല്ല തിരക്കുള്ള ദിവസം കൂടിയാണ്. വൈകുന്നേരത്തെ നല്ല ബ്ലോക്കാട്ടോ. ഈ ബ്ലോക്കിൻ്റെ ഇടയ്ക്കൂടെ എണ്ണയ്ക്കാണ് കൂടുതൽ ചിലവ്. സുഹൃത്തുക്കളെ, നമ്മുടെ റോഡിൽ അപകടങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കൂടി വരും. അതിനെന്താണ് പരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പരിഹാരം വാഹനം ഓടിക്കാതിരിക്കുക. രണ്ടാമത്തത് വീട്ടിൽ മുണ്ടാണ്ടിരിക്കുക. എന്നാൽ പിന്നെ അതൊന്നും കേൾക്കും വേണ്ട, കാണും വേണ്ട. നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് തിരിയാൻ വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ അപ്പോൾ ഒരു 100 വണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇതൊക്കെ നമ്മുടെ മണ്ണാർക്കാട് ഏരിയ തന്നെ കേട്ടോ. വെറുതെ ഒന്ന് കറങ്ങാൻ വന്നതാണ്. മൊത്തത്തിൽ കറക്കം തന്നെയാണ്. എല്ലാവരുടെ കാര്യം പറയണത്. മൊത്തത്തിൽ എല്ലാവർക്കും കറങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ റോഡിൽ അപകടങ്ങൾ ദിവസേന കൂടി വരിക. ഓരോ ദിവസം മരിച്ചു അല്ലെ ജീവിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞില്ല. എല്ലാവരും മരിച്ചു എന്ന് മാത്രമേ കേൾക്കുള്ളൂ. ദാരുണാന്ത്യം, ജീവൻ നഷ്ടമായി, അപകടപരമായ രീതിയിലുള്ളത്. അത് പറയുമ്പോൾ തന്നെ അപകടം വരുന്ന മാതിരി തോന്നുക. നമ്മളെ പോക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാത്തത്. നമ്മൾ ഇങ്ങനെയൊക്കെ റോഡിൽ കൂടെ ഒന്നാമത് എന്തറിയോ, ശ്രദ്ധക്കുറവും പിന്നെ അഹംഭാവം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന അപകടങ്ങളാണ്. ഈ ഹെൽമെറ്റ് വെക്കാതെ പോവുക, തലങ്ങും വിലങ്ങും നോക്കിയിട്ടാണ് റോഡിൽ കൂടെ ബൈക്കേരായാലും കാറേരായാലും. ഈ കാറേര് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാവും. അപ്പോൾ ഒക്കെപ്പാടെ കൂട്ടിയിട്ടാവും വരിക, ഫാമിലിയായിട്ട് മൊത്തം. അപ്പോൾ ആ കടയിൽ ഈ കടയിൽ മറ്റേ കടയിൽ. അപ്പോൾ അവർ മെല്ലെ ബാക്കിലുള്ള വണ്ടികൾ എന്തിനാണ് വരുന്നത്, ഏത് സ്പീഡിലാണ് പോകണമെന്നൊന്നും അവർക്കറിയില്ല. അവർ മെല്ലെ പോയിട്ട് ബാക്കിയുള്ളവരെ വെറുപ്പിക്കാനുള്ള പരിപാടി. അതേപോലെ തന്നെ ബൈക്കേര്. എന്താണ് ഇതിനൊക്കെ ചെയ്യുക? ആരും അങ്ങോട്ട് തോന്നുന്നില്ല അവർക്ക്. ഒക്കെ ഇപ്പോൾ സ്കൂൾ വാന് പറഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ചു. ഇന്നിപ്പോൾ 2-3 അപകടങ്ങളിൽ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ. ഈ പറയും പോലെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ നമുക്ക് അവിടെ വല്ല വേക്കൻസി ഉണ്ടാണാവോ? കാലനാണെങ്കിൽ നമ്മുടെ ആവശ്യമില്ല. ഇപ്പം എത്രയും ആൾക്കാർ മരിച്ചു പോകണു. അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഇന്നെ നിർത്തൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചെറുതായിട്ട് മതി. ഈ പോണ വണ്ടി ഈ ഗ്യാസ് ടാങ്കർ ഒന്ന് പൊട്ടി തെറിക്കേ അല്ലെ സ്കൂൾ ബസ് ഒന്ന് വന്നിരിക്കേ എന്തായാലും കുഴപ്പമില്ല. അത് എങ്ങനെയും ഒന്ന് പോയാൽ മതി വെച്ചിട്ട് നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കടം വരികയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ കയറുമ്പോൾ ആ ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. വെറുതെ ഒരാളെ കയറ്റിയിട്ട് വണ്ടി ഓടിച്ചതുകൊണ്ടോ ഒന്നും ആയില്ല. അപ്പോൾ സ്കൂളിൽ അപകടം അങ്ങനെയാണ് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്, എക്സ്പീരിയൻസ് ഇല്ലാതെ. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ കുറേ അഭിപ്രായം പറയുന്നു. ഇതിൽ ഏതാ നമ്മൾ വിശ്വസിക്കുക? ഒരാൾ പറയണു അവൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടൊന്നും
വണ്ടി അപകടത്തിൽ പെടില്ല. പിന്നെ വേറെ ആൾ പറയുന്നു മദ്യപിച്ചു എന്ന് പറയുന്നു. പിന്നെ വേറൊരു കുട്ടി പറയുന്നു ഭയങ്കര സ്പീഡായിരുന്നു. ഇത് മൂന്നും പാടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ശരിക്ക് ശ്രദ്ധക്കുറവ് മാത്രം, അല്ലാതെ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു വണ്ടിയാണെങ്കിലും ചെറിയൊരു വണ്ടിയാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്, നമ്മുടെ വണ്ടി നിങ്ങൾ 60 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനം ഒരു സെക്കൻഡിൽ 17 മീറ്റർ ദൂരം പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 3 സെക്കൻഡ് നേരാണ്, അല്ലെങ്കിൽ മൊബൈലാണെങ്കിലും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ആ വണ്ടി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ ഒന്നാമത് എന്താ അറിയോ, ഈ നഗരത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. നഗരത്തിലും നാടിലും ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഇതേപോലെ തന്നെ ബൈക്കുകാർ ഇടയ്ക്കിടെ കയറി വരുന്നില്ല എന്നുള്ളൂ, നേരെ വന്ന് ഇടിക്കുകയാണ്. ഇത് ഇടയ്ക്കിടെ കയറി വന്നിട്ട് വരുത്തി പോവുക, മുട്ടി പോവുക. പക്ഷേ നിങ്ങൾ ഇതേപോലെ വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താഴോട്ട് ബ്ലൈൻഡ് സ്പോട്ടാണ്. ആ ബ്ലൈൻഡ് സ്പോട്ടിൽ നമ്മുടെ കാലോ കയ്യോ, ബൈക്കുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞത്, നമ്മൾ കാല് കുത്തുമ്പോൾ നമ്മുടെ കാല് ചിലപ്പോൾ ടയറിൻ്റെ അടിയിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒരു അപകടമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പോയാലും നമ്മളെ തേടി വരാനുള്ളത് നമ്മളെ തേടി വരും, അത് എന്തായാലും മരണമായാലും എങ്ങനെയായാലും. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാൽനട യാത്രക്കാർക്ക് പറയാനുള്ളത് എന്താ പറയുക, ഫുട്പാത്തിലൂടെ മാത്രം നടക്കുക. നിങ്ങൾക്ക് അത്രയും എമർജൻസി ആയിട്ട് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനങ്ങളോട് അനുവാദം ചോദിക്കുക, അതായത് കയ്യ് നിർത്താൻ ആവശ്യപ്പെടുക. അപ്പോൾ അവർക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെയാണ് കൂടുതൽ യാത്രക്കാർ സീബ്ര ലൈന് ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾക്ക് അറിയില്ല അത് അങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് അറിയില്ല. അതാവും സംഭവം. 2-3 വട്ടം ഞാനത് കണ്ടിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കളഞ്ഞു, അത് ശരിയല്ല തോന്നി. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോവാ. നമ്മൾ എന്താ അറിയോ, നമ്മൾക്ക് ഒരു മാനഹാനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞു തരാൻ പറ്റില്ല.